ഞാനറിയാതെ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ കൃഷ്ണ. കൃഷ്ണ, എനിക്ക് വന്ന ഈ മഹാവ്യാധി എങ്ങനെയെങ്കിലും തീർത്തു തരണേ കൃഷ്ണ. കൃഷ്ണ, കൃഷ്ണ. എന്നെ അഭയം പ്രാപിച്ച് ജീവിക്കുന്ന നിഷ്കളങ്കനായ പൂന്താനത്തോട് ചെയ്തത് ഒട്ടും ശരിയായില്ല. താങ്കളുടെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയോടാണ്. എന്റെ ഭക്തരുടെ വിഷമം എനിക്ക് തീരെ സഹിക്കാൻ കഴിയില്ല. ഒന്നുകൂടി, ഞാൻ അമരപ്രഭു മാത്രമല്ല, മരപ്രഭു കൂടിയാണ്. മരങ്ങളുടെയും സർവ്വത്തിന്റെയും ഈശ്വരൻ എന്നാണ് പൂന്താനം പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ കൃഷ്ണ, എനിക്ക് തെറ്റുപറ്റി. ഞാൻ ഇപ്പോൾ തന്നെ പോയി പൂന്താനത്തോട് മാപ്പ് പറയാം. എന്റെ അഹംഭാവത്തെ അങ്ങ് ഇല്ലാതാക്കി. ഞാൻ വേഗം പൂന്താനത്തിനെ കണ്ട് മാപ്പ് പറയാം. പൂന്താനം, പൂന്താനം. പിന്നെന്താ പറയാലോ. ഒരിക്കൽ പൂന്താനം തിരുമേനി വനത്തിലൂടെ നടന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരികയായിരുന്നു. ആ ഘോരവനത്തിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഉണ്ണിക്കണ്ണനെയും ഭജിച്ച് തിരുമേനി പതുക്കെ പതുക്കെ നടന്നു വരുമ്പോഴായിരുന്നു പെട്ടെന്ന് 2 കള്ളന്മാർ വന്ന് തിരുമേനിയെ വളഞ്ഞത്. വാസുദേവസുതം ദേവം ഹംസചാനൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. എന്റെ കൃഷ്ണ, ആരാ ഇതൊക്കെ? എന്തിനാ ഈ പാപത്തിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ആരാ നിങ്ങൾക്ക് എന്താ വേണ്ടത്? എടാ പടുകിലോ, ജീവൻ വേണമെങ്കിൽ നിന്റെ കയ്യിലുള്ളതെല്ലാം ഞങ്ങൾക്ക് തന്നിട്ട് പോയിക്കോ. എന്റെ കൃഷ്ണ, നിന്റെ ശവമായിരിക്കും ഇവിടെ വീഴുക. എന്റെ കണ്ണ, എനിക്കൊന്നും അറിയുന്നില്ലല്ലോ. നിന്നെ ഒരു നോക്ക് കാണാനാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വരുന്നത്. ഇവരെന്നെ ഇതാ വധിക്കാൻ പോകുന്നു. ഇതാ, ഇതിലുള്ളതെല്ലാം നിങ്ങൾ എടുത്തോളൂ. എടാ കേൾവാ, ആ പൊതി കൂടെ ഞങ്ങൾക്ക് കാണാം. അരുതേ, അരുത്. ഇത് മാത്രം എടുക്കരുത്. ഇത് വേറെ ഒന്നുമല്ല. ഇത് ഞാൻ എന്നും പാരായണം ചെയ്യാറുള്ള ഭാഗവതാണ്. ഇത് എന്നും എൻ്റെ ഉണ്ണിക്കണ്ണനെ ചൊല്ലി കഴിക്കാറുള്ളതാണ്. ഇത് മാത്രം നിങ്ങൾ എൻ്റെ മേടിക്കരുത്. എന്നെ ഒന്നും ചെയ്യല്ലേ കണ്ണാ. ഇയാളോട് പറഞ്ഞ അനുസരിക്കില്ല. നിങ്ങൾ കാണാം. എന്റെ കണ്ണാ, അല്ലയോ മഹാത്മാവേ, അങ്ങ് ആരാ? ഈ വൃദ്ധനെ കള്ളന്മാരിൽ നിന്ന് രക്ഷിച്ച അവിടുന്ന് ആരാ ഒന്ന് പറഞ്ഞാലും. തിരുവേലി, ഞാനാണ് മണ്ണാട്ടച്ചൻ, കോഴിക്കോട് സാമ്രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. ഒന്ന് നാട് ചുറ്റുവാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങയുടെ നിലവിളി കേട്ടത്. ഇനി അങ്ങേ ഒരിക്കലും കള്ളന്മാർ ഉപദ്രവിക്കില്ല. ഇതാ അങ്ങയുടെ മോതിരങ്ങളും അങ്ങയുടെ പാണ്ഡക്കെട്ടും. ഇത് അങ്ങ് സ്വീകരിച്ച മഹാപ്രഭു, അങ്ങയുടെ ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. ഈ മോതിരം എൻ്റെ ഒരു സമ്മാനമായി അങ്ങ് സ്വീകരിക്കുന്നു. വേണ്ട എന്ന് മാത്രം പറയുകയില്ല. എൻ്റെ കണ്ണൻ്റെ അനുഗ്രഹം എന്നും അങ്ങേക്ക് കൂടെ ഉണ്ടാവും. ഇതാ ഈ മോതിരം അങ്ങ് വാങ്ങിക്കണം. ഓ, പൂന്താനം എത്തിയോ? മോൻ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. ഇന്നലെ സ്വപ്നത്തിൽ ഭഗവാൻ കൃഷ്ണൻ എന്നോട് പറയുകയുണ്ടായി, ഇന്നങ്ങ് വരുമെന്നും അങ്ങയുടെ മോതിരം വിഗ്രഹത്തിൽ നിന്നും എടുത്ത് അങ്ങ്
കാവൽക്കാരച്ഛനായി വന്ന് കള്ളന്മാരുടെ ഇടയിൽ നിന്നും എന്നെ രക്ഷിച്ചത്. എൻ്റെ കണ്ണ, നീ എത്ര പ്രാവശ്യമാണ് ഈ വൃദ്ധൻ്റെ അടുത്ത് വന്ന് ഞാൻ അറിയാതെ തന്നെ എനിക്ക് ദർശനം തന്നിരിക്കുന്നു. എൻ്റെ ജന്മം നീ പുണ്യജന്മമാക്കി തന്ന ഗുരുവായൂരപ്പ, ഒരിക്കലെങ്കിലും നീ ഒന്ന് നേരെ വന്ന് എനിക്ക് ദർശനം താ. ഇനി നമുക്ക് വേഗം റെഡിയാവാം. നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് ഗുരുവായൂർ പോയി ഉണ്ണിക്കണ്ണനെ കാണണ്ടേ? ഒരു കഥ കൂടെ പറയോ പ്ലീസ്? ശരി, ഒരു കഥ കൂടി പറയാം, എന്നിട്ട് നമുക്ക് പുറപ്പെടാട്ടുവോ? ഒരിക്കൽ നെന്മിനി തിരുമേനി ഗുരുവായൂരിൽ ശാന്തി ചെയ്തിരുന്ന കാലം. വേറെ പകരക്കാർ ആരും ഉണ്ടായിരുന്നില്ല. തിരുമേനി ഒരു ദിവസം ഒരു അത്യാവശ്യ കാര്യത്തിനായി പുറത്തു പോകേണ്ടി വന്നു. അന്ന് തിരുമേനിയുടെ 12 വയസ്സുള്ള കൊച്ചുമോനോട് നിവേദ്യ പൂജ ചെയ്യാൻ പറഞ്ഞു. ഉണ്ണി തിരുമേനി നിവേദ്യവുമായി ശ്രീകോവിലേക്ക് വന്ന് പൂജ തുടങ്ങി. ഉണ്ണിക്കണ്ണനോട് നിവേദ്യം കഴിക്കുവാൻ പറഞ്ഞു. പക്ഷേ വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് നിവേദ്യം അതുപോലെ തന്നെ ഇരുന്നപ്പോൾ ഉണ്ണി കരഞ്ഞു പറയാൻ തുടങ്ങി. കണ്ണ, ഇന്ന് അച്ഛനില്ല. എന്റെ പൂജ കണ്ണന് ഇഷ്ടായില്ലേ? എന്താ കണ്ണന് വീട്ടിൽ കഴിക്കാത്തെ? ഓ, എനിക്ക് മനസ്സിലായി. കണ്ണന് തൈരും ഉപ്പുമാങ്ങയും വേണമല്ലേ? ഞാൻ ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ. കണ്ണന് ഇഷ്ടപ്പെട്ട തൈരും ഉപ്പുമാങ്ങയും ഇതിൽ കൂട്ടി കുഴച്ചിട്ടുണ്ട്. കഴിക്കുക കണ്ണ. നിവേദ്യം കഴിച്ചിട്ടില്ലെങ്കിലേ അച്ഛനെ ആദിക്കണം. കഴിക്കുക കണ്ണൻ ഇത് കഴിച്ചില്ലെങ്കിൽ ഇനി ഞാൻ ഒന്നും കഴിക്കില്ല. ഇനി ഞാൻ ഒരിക്കലും പൂജ ചെയ്യാനും വരില്ല. ഉണ്ണി, ഞാൻ എല്ലാം കഴിച്ചുട്ടോ. നോക്കൂ, ഇതാ പാത്രം മുഴുവൻ കാലിയാക്കിയിട്ടുണ്ട്. ഇനി ഉണ്ണി സന്തോഷമായി ഇല്ലത്തേക്ക് പോയിക്കോളൂട്ടോ. എന്താ ഉണ്ണി ചെയ്തത്? പ്രസാദം മുഴുവനും കഴിച്ചുവോ? ഇപ്പോൾ അച്ഛൻ തിരുമേനി വരും. ഈ അസംബന്ധം ഞാൻ പറഞ്ഞു കൊടുക്കും. ഇല്ല, ഞാനല്ല കഴിച്ചത്. എല്ലാം കണ്ണനാ കഴിച്ചത്. എന്റെ മുന്നിൽ വെച്ച് ഉപ്പുമാങ്ങി കയ്യും കൂട്ടി കണ്ണനാ കഴിച്ചത്. ഈ ഉണ്ണി നുണ പറയുകയാണ്. ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ശ്രീകോവിലിനുള്ളിലിരുന്ന് ഭക്ഷണം കഴിച്ച് എല്ലാം അശുദ്ധിയാക്കി. ഇനി പുണ്യാഹം കഴിഞ്ഞേ പൂജ ഉണ്ടാവും. നീ സത്യം പറയൂ, നിവേദ്യം നീ തന്നെയാണ് കഴിച്ചത്? ഇല്ല, ഞാനല്ല കഴിച്ചത്. കണ്ണനാ കഴിച്ചത്. നീ വീണ്ടും കള്ളം പറയാണല്ലേ? ഉണ്ണിയെ അടിക്കരുത്. ഉണ്ണി ഒരു തെറ്റും ചെയ്തില്ല. ഞാനാണ് നിവേദ്യം ഉപ്പുമാങ്ങയും തൈരും കൂട്ടി കഴിച്ചത്. ഉണ്ണി നിരപരാധിയാണ്. ശരി, എന്നാൽ ഇനി നമുക്ക് ഗുരുവായൂരിലേക്ക് പുറപ്പെടാം. എന്നാൽ എല്ലാവരും വന്നോളൂ കേട്ടോ. നമുക്ക് ശീവേലിക്ക് മുമ്പ് അമ്പലത്തിലെത്താം.